നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അർത്തുങ്കലിലാണ്. അർത്തുങ്കൽ എന്ന പുണ്യഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നത് അർത്തുങ്കൽ പള്ളിയാണ്. ഈ ഗ്രാമത്തിലെ വിശേഷങ്ങളും ഗ്രാമ നന്മയൊക്കെയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അർത്തുങ്കൽ പള്ളിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ഉണ്ട്. എപ്പോഴും ആളുകളുടെ തീർത്ഥാടകരുടെയൊക്കെ തിരക്കായിരിക്കും. ഇവിടെ ഒരു ജംഗ്ഷനാണ്, മൂന്നും കൂടിയ ഒരു ജംഗ്ഷനാണ്. ഇവിടെ അത്യാവശ്യം കടകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉണ്ട്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത പാർക്കിങ്ങിനായിട്ട് രണ്ട് വശത്തും നല്ല സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ അർത്തുങ്കൽ. 1904 ഈ സ്കൂള് ആരംഭിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷമാണ് അർത്തുങ്കൽ ബീച്ചിൻ്റേത്. അർത്തുങ്കൽ ബീച്ചിൽ വളരെ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് തണുത്ത കാറ്റേറ്റതിലെ നടക്കുമ്പോൾ ഗ്രാമത്തിലെ ആളുകളുടെ ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മീൻപിടുത്തമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന തൊഴിൽ. മീൻപിടുത്തം എന്ന് പറയുമ്പോൾ ചെറിയ പൊന്തൻ വള്ളത്തിലുള്ള മീൻപിടുത്തം തൊട്ട് വലിയ ബോട്ടുകളിലുള്ള എൻജിൻ ബോട്ടുകളിലുള്ള മീൻപിടുത്തവും ഇവിടെയുണ്ട്. ഏറ്റവും അപകടകരമായ രീതിയിലുള്ള മീൻപിടുത്തം എന്ന് പറയുന്നത് ഈ പൊന്തൻ വള്ളത്തിലുള്ള മീൻപിടുത്തമാണ്. പൊന്തൻ വള്ളം തെർമോക്കോളിൽ നിർമ്മിച്ച ഒരു വള്ളമാണ്. ഒരാൾ ഒറ്റയ്ക്കാണ് കടലിലേക്ക് കൊണ്ടുപോകുന്നതും വലയെറിയുന്നതും മീൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതും. മീൻ പിടിച്ച് കരക്കെടുക്കുമ്പോഴാണ് മറ്റു സഹായികളുടെ ആവശ്യം വരുന്നുള്ളൂ. ഒറ്റയ്ക്കാണ് കാറ്റിനോടും കോളിനോടും ഒക്കെ പൊരുതി മീൻ പിടിക്കുന്നത്. പൊന്തൻ വള്ളം ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന നെൽസൺ ചേട്ടനെ ഒന്ന് പരിചയപ്പെടണം. നെൽസൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. നെൽസൺ ചേട്ടൻ്റെ വീട്ടിലാണ്. നെൽസൺ ചേട്ടൻ കടപ്പുറത്തേക്ക് പോകാനായിട്ട് തിടുക്കം കൂട്ടുകയാണ്. ഞാനും ഒപ്പം പോവുകയാണ്. അവിടെ വലയുടെ പണി ബാക്കിയുണ്ട്. കൂടാതെ മീൻപിടുത്തത്തിനുള്ള സമയമായിരിക്കുകയാണ്. പൊന്തുവള്ളത്തിൽ മീൻ പിടിക്കുന്ന നെൽസൺ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. നെൽസൺ ചേട്ടൻ വിശ്രമവേളകളിൽ വലയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടിയ വലകളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പൊന്തുവള്ളം. 3 മീറ്റർ നീളമാണുള്ളത് കറക്റ്റ്. അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയാണുള്ളത്. 2 വശത്തായിട്ടും കയറുകൾ കെട്ടിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് വല എടുത്ത് വെക്കുകയാണ്. ഇതാണ് വല. അടുക്കും ചിട്ടയോടുകൂടിയുള്ള വലയാണ്. അത് കെട്ടി വിരിക്കാൻ പാകത്തിന് വയ്ക്കുന്നു. അതിനുശേഷം പൈപ്പുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. കയർ മുറുക്കി ഇങ്ങനെ ബന്ധിപ്പിക്കുന്നു. എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഒരു സഹായി ആവശ്യമാണ്. അതുപോലെ തന്നെ കരയ്ക്ക് അടുക്കുമ്പോഴും ഇതൊരാൾ സഹായിക്കാൻ ആവശ്യമാണ്. കാരണം കൊണ്ടുവരുന്ന മീനും വലയൊക്കെ നനഞ്ഞിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കനമുണ്ടാകും. ആ ഒരു ഖനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ആളെ വിളിക്കുന്നത്. ഇതാ നമ്മളുടെ നെൽസൺ ചേട്ടൻ കടലിലേക്ക് പോവുകയാണ്. മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരുപാട് മീനുമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിര വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. തിര വന്ന് അതിൻ്റെ കൂട്ടത്തിൽ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതാ നെൽസൺ ചേട്ടൻ മീൻ പിടിക്കാനായി പോയി കഴിഞ്ഞു. ഒരുപാട് മീനുകളുമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്നു. നെൽസൺ ചേട്ടൻ മീൻ തേടിയുള്ള യാത്രയിലാണ്. നെൽസൺ ചേട്ടൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. മീൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലയിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സഹായിക്കാനായിട്ട് സഹായികളെയും കൂട്ടാറുണ്ട്. ഒറ്റയ്ക്കുള്ള സാഹസികമായ മീൻപിടുത്തമാണ് എങ്കിൽ കൂടിയും
കരയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹായിക്കാൻ ആൾ വേണം. ഇതായിട്ട് ചേട്ടാ മത്തിയാ. ഇപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് മത്തിയാണ്, ഇടത്തരം മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. വലയിൽ നിന്നും മീനൊക്കെ എടുത്തിട്ട് വേണം അടുത്ത പോക്കിനുള്ള വല ക്രമീകരിക്കാനായിട്ട്. അതിനുള്ള തിടുക്കമാണ് ഇവർക്ക്. കിട്ടിയ മീനൊക്കെ മാറ്റിയിട്ട് വല വൃത്തിയാക്കുന്ന തിരക്കിൽ കൂടിയാണ് ഇവർ. എത്ര പൊന്തും വെള്ളം ഉണ്ട് ചേട്ടന്? എനിക്ക് 2 പൊന്തും വെള്ളമുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ? അതിപ്പോൾ തെർമക്കോൾ മറ്റേ ഇവിടെ നിന്ന് മേടിച്ചിട്ട് ഇണക്കിയെടുക്കണതാണ്. അലകൊക്കെ വെച്ച്, അലകും ഇരുമ്പ് കമ്പിയൊക്കെ വെച്ച് ഇണക്കിയെടുക്കണം. ഷീറ്റൊക്കെ ഇട്ട് പൊതിഞ്ഞ് എടുത്താണ് നമ്മൾ പോണത്. ഇപ്പോൾ ഒരു 9,000 രൂപ മുടക്കാണ് ഇപ്പോൾ ഒരെണ്ണം ഉണക്കണതിന്. ഒരു പൊന്ത് വെള്ളം ഉണ്ടാക്കുന്നതിന് 9,000 രൂപ അല്ലേ? 9,000 രൂപ. വല വേറെ, വല 10 ഓരോ സെറ്റ് വലയായിട്ടാണ്. ചെമ്മിക്കൊരു സെറ്റ് വല, അയിലക്കൊരു സെറ്റ് വല, ആകൂലിക്കൊരു സെറ്റ് വല, അങ്ങനെയുള്ള ആണ്. ചാള, അങ്ങനെ ഓരോരോ തരം വലയാണ്. അപ്പോൾ ഒരു വല കിടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 10,000-25,000 രൂപ വരും. രാവിലെ ഏത് സമയത്താണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്? 5 മണി ആകുമ്പോഴാണ് പോകുന്നത്. രാവിലെ 5 മണിക്ക് പോകും. ഒരു 7 മണിക്കുള്ളിൽ കര വരും. ഒരുപാട് ദൂരം പോകില്ല, തുഴഞ്ഞു ഗുണമുണ്ട്. എത്ര ദൂരം പോകും? എന്നാലും ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററൊക്കെ പോകും പടിഞ്ഞിട്ട്. കാറ്റും കോളും ആണെങ്കിലും പോകുമോ? കാറ്റും കോളാണെങ്കിൽ കാറ്റിന് പോകാനൊക്കെയല്ല ഇത്. കാറ്റും കോളിന് പിന്നെ അകപ്പെട്ട് പോകുന്ന സമയങ്ങളുണ്ട്. നമ്മൾ ചെറിയാൻ പാടില്ലാതെ വന്ന സമയത്ത് കാറ്റും കോളമൊക്കെ വരുമല്ല, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കരക്കയറും. ഓക്കെ. എത്ര മീറ്ററാണ് വീതിയാണ് ഇതിൻ്റെ നീളമൊക്കെ? പൊന്തു വെള്ളം 3 മീറ്ററാണ്. വീതി 1.5 മീറ്റർ. 1.5 മീറ്റർ വീതി. 3/1 കണക്ക്. വല എത്ര മീറ്റർ കൊണ്ടുപോകും? വല ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു 1000 മീറ്ററെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള ഈ മീൻപിടുത്തം വളരെ ദുഷ്കരമാണോ? ദുഷ്കരമാണ്. എങ്ങനെയാണ്? ഒറ്റക്ക് നമ്മൾ ഈ വെള്ളത്തിൽ ഒറ്റക്ക് തന്നെ എല്ലാം ഇടണം. പിന്നെ ഇത് വലിച്ചു കയറ്റുന്നത് ഒറ്റക്ക് തന്നെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. മിക്കവാറും മീനൊക്കെ തടയാറുണ്ടല്ലേ? മിക്കവാറും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അന്നപ്പിൻ്റെ ഇതിന്മേ നടന്നു പോകും. നമ്മുടെ ചിലവേ, വീട്ടിലെ ചിലവൊക്കെ കടന്നു പോകും ഈ പൊന്തുകൊള്ളത്ത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ സഹായമുണ്ടോ? സഹായം ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരു സഹായം ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ ഒരു സ്വയം തൊഴിലെന്നുള്ളതിലാണ് പോണത്. സ്വയം തൊഴിലായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഓരോരുത്തരുടെ സ്വർണ്ണവും എന്തുമൊക്കെ പണയപ്പെടുത്തി വായ്പ മേടിച്ചൊക്കെയാണ്, കടം മേടിച്ചൊക്കെയാണ് ഇത് ഇണക്കിക്കൊണ്ട് പോകുന്നത്. എത്ര നാളത്തേക്കിന് ഒരു പൊന്തും വെള്ളം ലാസ്റ്റ് ചെയ്യും? പൊന്തും വെള്ളം ഇപ്പോൾ ഒരു 2 വർഷത്തേക്ക് ലാസ്റ്റ് ചെയ്യും. നമ്മൾ കുഴിച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയ 2 വർഷം ലാസ്റ്റ് ചെയ്യും. അർത്തുങ്കൽ എന്ന ഈ ഗ്രാമത്തിലെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന കുഞ്ഞൂഞ്ഞി ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. കുഞ്ഞൂഞ്ഞി ചേട്ടൻ അർത്തുങ്കൽ പള്ളിയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ ഇപ്പോൾ എത്ര വയസ്സാണ് ചേട്ടാ? 85 വയസ്സ്. 85 വയസ്സ് കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അർത്തുങ്കൽ ഗ്രാമത്തിൻ്റെ സ്പന്ദനങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് ചേട്ടാ. ഈ അർത്തുങ്കൽ പള്ളിയും ഈ വിശ്വാസവും അതിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്താണ്? അപ്പോൾ ആ കപ്പൽ മാർക്കം ആണ് ഈ പുണ്യാളൻ്റെ രൂപം ഇവിടെ വന്നത്. പുണ്യാളൻ്റെ എൻ്റെ രൂപം ഇവിടെ അർത്തുങ്കലിൽ തന്നെ വരാൻ യഥാർത്ഥമാകുന്ന കാരണം ഈ രാജ്യങ്ങൾ എല്ലാം മതമൈത്രി എന്ന് പറയുന്നതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. ആദ്യം പഴയ കാലത്ത് പിശാചിനാൽ ചുറ്റപ്പെട്ട് ഇരുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പം എൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ആ അന്നത്തെ നാടകത്തിനൊക്കെ പറയുമ്പോൾ എന്നെ അറിയപ്പെടുന്നത് ചെകുത്താങ്കുഞ്ഞുഞ്ഞെന്നാണ്. പാപ്പൻ്റെ പേര് എന്നെ ആണ് ചെകുത്താങ്കുഞ്ഞുഞ്ഞെന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അപ്പം ആണ്. പക്ഷേ ഞാൻ ചെകുത്താനല്ല, ഞാൻ മാലാഖയാണ്. പക്ഷേ ഒരു സത്യം ഇതിനകത്തുണ്ട്. ദൈവം ഒരാളിനെ നല്ലതാക്കാനും മോശമാക്കാനും ദൈവത്തിന് നിമിഷം മാത്രം മതി. അത് അപ്പം നല്ലവനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവപ്രമാണത്തിൽ അത് ലംഘിക്കാതെ വളരെ കാര്യമായിട്ട്
ദൈവത്തോടുള്ള പ്രാർത്ഥനയും അവൻ്റെ വിശ്വാസവും. ആ വിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് ഏറ്റവും വലുതായിട്ട് കിട്ടുന്നത്. ആ വിശ്വാസമാണ് ഈ സെബസ്ത്യാനോസും വഴിയായിട്ട് ഇവിടെ ഈ നാട്ടിൽ കിട്ടിയിട്ടുള്ളത്. ഈ നാട്ടിൽ ഒരു വസന്തകളോ മറ്റൊരു രോഗങ്ങളോ പഴയ കാലം മുതൽ ഇവിടെ ഇല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ കടൽ തീരത്തുകൂടി ഇറ്റലിയിൽ നിന്ന് ഈ കപ്പൽ വഴിയാണ് ഈ രൂപം കൊണ്ടുവന്നത്. രൂപം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അങ്ങേരുടെ ഇഷ്ടപ്രകാരം തന്നെ ഇത് എവിടെ ഇരിക്കണം. പള്ളികൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ കപ്പിത്താൻ ഉൾപ്പെടെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കപ്പിത്താനെ എവിടെ പോകണമെന്ന് അറിയാനൊക്കെ കപ്പലിന് കോള് പിടിച്ചു. കോള് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇട്ടും പുരതരത്തിലും കപ്പൽ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാനൊക്കെയില്ല. അപ്പം പടിഞ്ഞാറ് കടലിൽ വന്ന് കപ്പൽ. അപ്പം കപ്പിത്താന് ദർശനം ഉണ്ടായെന്നാണ് പറയണത്. നേരെ കിഴക്കോട്ട്. അപ്പം പടിഞ്ഞാറ് കടലിൽ വെച്ച് കിഴക്ക് എവിടെയെന്നോ ദിക്ക് ഏതെന്നോ കപ്പിത്താനെ അറിയാനും പാടില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് ഓടിച്ച് വന്ന് കപ്പൽ ഇവിടെ അടുത്ത് അർത്തങ്ങൽ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നിരുന്ന മെത്രാൻ ആയിരുന്ന ഒരാൾ ഉണ്ട്. അന്നത്തെ വെളുത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഒരാൾ, ഇറ്റലിക്കാരൻ ഒരാൾ ആണ് അർത്തങ്കൽ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ആ ആളാണ് ഇനി ദർശനം ഉണ്ടായിരുന്നാണ് പറയുന്നത്. അങ്ങേരി കർത്താവിൻ്റെ വലിയ ഭക്തനും സെബസ്ത്യാനോസിൻ്റെയും വലിയ ഒരു ഭക്തനായിട്ട് ആണ് അങ്ങേരി ഇവിടെ ജീവിച്ചത്. അങ്ങനെ എല്ലാവരോടും അങ്ങേരാണ് ഈ മതസൗഹാർദ്ദത്തിൻ്റെതാകുന്ന കാര്യങ്ങൾ ഇവിടെ പുറത്തു വിടുന്ന ആൾ അങ്ങേരാണ്. പക്ഷേ അങ്ങേരി മുഖാന്തരമാണ് അർത്തുങ്കൽ എന്ന് അറിയപ്പെടാൻ. അർത്തുങ്കൽ ഇത്രയും വലിയ ഒരു സ്ഥലമാണെന്ന് പറയുന്നത്. അമ്പലം അതിൻ്റെ കിഴക്ക് വഴി നിന്നിട്ട് അവിടെ പോർത്തുഗീസുകാർ വന്നൊരു പള്ളി വെച്ച് ഉണ്ടാക്കി അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ ആ പള്ളി അവിടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴും ഈ രൂപം ഇടിപ്പോണ്ട്. അപ്പം നാമധേയം അന്ത്രയോസിൻ്റെതാണ്. അന്ത്രയോസ് ജോനായുടെ മകനായ അന്ത്രയോസ്, ജോനായുടെ രണ്ടാമത്തെ പുത്രനായ അന്ത്രയോസ്, ആദ്യത്തേത് പത്രോസ്. അപ്പം അന്ന് തന്നെ ആ അന്ത്രയോസിൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് ഇവിടെ തന്നെ ഈ അർത്തുങ്കൽ ദേവാലയത്തിൽ തന്നെ ഒരു എൻ്റെ സ്വന്തമായിട്ട് അവിടെ ഇരിക്കണമെന്നുള്ളത് കണക്കാക്കിയത് അങ്ങേരുടെ ദൈവവിശ്വാസമാണ് അന്ത്രയോസിൻ്റെ. ആ ദൈവവിശ്വാസത്തിൽ ആണ് അന്ത്രയോസിൻ്റെ നാമധേയത്തിൽ ആ പള്ളി പോർത്തുഗീസുകാർ വന്ന് വെച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അത് കൃത്യത്തിലെന്ന് ഓർമ്മയില്ല. അത് കഴിഞ്ഞാണ് സെബസ്ത്യാനോസ് ഇവിടെ കപ്പൽ മാർഗം വന്നു കഴിഞ്ഞിട്ട് അങ്ങേർക്ക് ദർശനമുണ്ടായി സ്വപ്നത്തിൽ. അങ്ങനെയാണ് കപ്പൽ മാർഗത്തിൽ ഈ പുണ്യാളന വീതനായ സെബസ്ത്യാനോസിൻ്റെ രൂപം ഇവിടെ അർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് എടുത്തു വെച്ച് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഓരോ അത്ഭുതങ്ങളൊക്കെ എല്ലാം പുണ്യാളൻ കാണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം അന്ന് പോർട്ടുഗീസുകാർ അന്നാണ് പഴയ പള്ളി പണിതതും അന്ന് സ്വർണ്ണോസും എല്ലാം പോർട്ടുഗീസുകാരാണ് ചെയ്തിരിക്കുന്നത് എല്ലാം അവരാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് എനിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്നത്തെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ ഈ തുള്ളലിന് അമ്പലത്തിലെ തുള്ളലിന് എടുക്കുന്ന പിന്നെ ഭീമൻ്റെ പ്രതിമ, ഒരു പാമ്പിൻ്റെത്, ഇതൊക്കെ എല്ലാം ആ മേടയിൽ മുകളിലത്തെ മേടയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങളൊക്കെ അന്ന് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കയറി ഇതൊക്കെ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പം പള്ളി നിൽക്കുന്ന പാട്ടിലല്ല, ചിമിത്തേരി നിൽക്കുന്ന പാട്ടിൽ, കിഴക്കൻ ചിമിത്തേരി നിൽക്കുന്ന പാട്ടിലായിരുന്നു ഈ അമ്പലം. അതിന് അർത്ഥശൈലി നടയെന്നാണ് പറയണത്. അർത്ഥശൈലി നട, ആ അർത്ഥശൈലി നട ആണ് അർത്തുങ്കലായത്. നട അതാണ് അർത്തുങ്കലായത്, അർത്തുങ്കൽ എന്ന് പിന്നെ അറിയപ്പെടുന്നത്. അപ്പം ആദ്യം അർത്ഥശൈലി നട എന്ന് ആണ് അതിന് പറഞ്ഞു പോകുന്നത്. അപ്പം അർത്ഥശൈലി അമ്പലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ട് പറ്റ ഇപ്പോഴത്താണ് നിൽക്കുന്നത്. അതാണ് ഇന്ന് ചിമിത്തേരി കിഴക്കോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. മുമ്പത്തെ ചിമിത്തേരി അതിൻ്റെ ഇപ്പുറത്തായിരുന്നു, തെക്ക് പുറമായിരുന്നു. അത് പിന്നെ അങ്ങോട്ട് കിഴക്കോട്ട്
ആണ്. ശബരിമല വിശ്വാസികൾ ഇവിടെ വന്ന് മാല ഊരുന്നതായിട്ട് അത് എന്താണെന്നറിയാം, മതസൗഹാർദ്ദം മാത്രമല്ല, അവരുടെ വിശ്വാസവും കൂടിയാണ്. അവരുടെ വിശ്വാസവും കൂടിയാണ്. പണ്ടത്തെ കാലത്ത് പിന്നെ ഇതേപോലെ റോഡോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആർത്തുങ്കൽ പള്ളിയിൽ ആളുകൾ വന്നു പോയിരുന്നത് എങ്ങനെയാണ്? അത് കൊച്ചിയിൽ നിന്ന് മുതൽ കടപ്പുറം തീരപ്രദേശത്തൂടെ നടന്നാണ് പോരുന്നത്. നേർച്ചയൊക്കെ കൊണ്ട് നടന്നാണ് പോരുന്നത്. അന്ന് എൻ്റെ കൊച്ചു പരുവത്തിൽ ഞാൻ അടുത്തെങ്കിൽ കടപ്പുറത്ത് എൻ്റെ വടക്കുപുറത്ത് ഞങ്ങളുടെ വീടുണ്ട്. അപ്പം നേർച്ച കാപ്പി കുറേ ചക്കയും ജീരകവും എല്ലാം ഒക്കെ ഇട്ട് കാപ്പി തിളപ്പിച്ചിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കൂടെ ഈ കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ട് അന്ന് ഞാൻ പിന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ കടപ്പുറം എവിടെ വന്ന ആളുകൾ എല്ലാവരെയും വിളിച്ച് ഈ കാപ്പിയൊക്കെ കൊടുത്തു വിടുകയാണ്. ഫ്രീ ആയിട്ട്. അത് നേരത്തെ കാപ്പിയാണ്. അതൊരു 5, 8, 10, 12, 13, 14 വർഷം അത് തുടർച്ചയായിട്ട് ഞങ്ങളങ്ങനെ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് മാറി. അതൊക്കെ കഴിഞ്ഞ് ഉൾഗ്രാമങ്ങളിലേക്കൂടി പിന്നെ റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കടപ്പുറത്ത് ഉണ്ട്. അപ്പോൾ കണ്ടൽ തീരം വഴി ആണ് നിന്ന് നേരത്തെ ഉണ്ടായിരുന്നത്. രാത്രിയും പാതിരയാക്കും ഒക്കെ ആയിട്ട് യാത്രപ്പള്ളിയിലോട്ട് വരുന്നത് എല്ലാവരും നടന്നാണ്. ചെറു പൊന്തുവള്ളങ്ങൾക്ക് പുറമെ ഇതുപോലുള്ള വലിയ ബോട്ടുകളും ഇവിടെ കരയ്ക്ക് വച്ചിട്ടുണ്ട്. മിക്കവാറും രാവിലെയുള്ള സമയങ്ങളിലാണ് ഇവർ പോകുന്നത്. ഇത് നെൽസൺ ചേട്ടൻ്റെ ഭാര്യയാണ്. പേരെന്താണ്? നെൽസൺ ചേട്ടൻ്റെ ഭാര്യ വത്സമ്മ ചേച്ചിയാണിത്. ഇവിടെ ഒരു ചെറിയ മുളക് ബജ്ജി കടയൊക്കെ നടത്തുന്നുണ്ട്. സ്നാക്സൊക്കെയാണ്. ഇവിടെ കടപ്പുറത്ത് വരുന്നവർക്ക് സ്നാക്സൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല മുളക് ബജ്ജിയും പക്കോടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കടയാണ്. മീൻ പിടിച്ച് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും വലയൊരുക്കുന്ന തിരക്കിലാണ് നമ്മുടെ നെൽസൺ ചേട്ടൻ. ചില സമയത്ത് നല്ലപോലെ മീൻ കിട്ടാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയ പോലെ വളരെ കുറവാണ് മീൻ കിട്ടുന്നത്. പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.